വേളാങ്കണ്ണിക്ക് ഒരു യാത്ര പോയാലോ? ആക്ച്വലി വേളാങ്കണ്ണി പോയി വന്നിട്ട് ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴാണ് ഇതൊന്ന് എഡിറ്റ് ചെയ്യാനുള്ള എനിക്ക് സമയം കിട്ടിയത്. പള്ളിയിൽ നിന്ന് കൊണ്ടുപോയ ഒരു പാക്കേജ് ട്രിപ്പായിരുന്നു. ഒരാൾക്ക് 2500 ഉള്ളിലായിരുന്നു കേട്ടോ എമൗണ്ട് വന്നത്. അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും പിന്നെ ഒരു കുഞ്ഞു പെട്ടി TV ഉണ്ടായിരുന്നു. AC ചുമ്മാ ഷോ ആട്ടോ, നോൺ AC ഞങ്ങൾ എടുത്തത്. ഞങ്ങളുടെ വികാരിയച്ഛൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അതും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി. നിന്ന് വായി നോക്കുന്നത് എൻ്റെ പപ്പയും ചാച്ചനാട്ടോ. സ്ഥലത്തിന് എത്ര കിട്ടുന്നുള്ള ചർച്ചയാണെന്ന് തോന്നുന്നു. വേളാങ്കണ്ണിയൊക്കെ തിരിച്ചറിയാൻ പറ്റാത്ത പോലെ അങ്ങോട്ട് മാറിയിരിക്കുന്നു. 2008 പോയതിന് ശേഷം ഞാൻ ഇപ്പോഴാണ് വേളാങ്കണ്ണി കാണുന്നത്. പക്ഷെ മാതാവിനെ കണ്ടപ്പോൾ എനിക്ക് പഴയ ഓർമ്മകളൊക്കെ വന്നു. ധീര സിനിമയിൽ ഓർമ്മ വരത്തില്ല അവർക്ക്, അതേപോലെ കുറച്ച് പൊട്ടും പൊടി അവിടെ ഇവിടെയൊക്കെ. പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല, ഒടുക്കത്തെ വെയിലായിരുന്നു. വെയിലെന്ന് പറഞ്ഞാൽ അടുത്ത് നിൽക്കുന്ന ആളെ കാണത്തില്ല, തിളകും. അത്രയും വെയിലും ചൂടും പൊടിയും പിന്നെ ആ തമിഴ്നാടിൻ്റേതായ ഒരു മണവും. ഈ സിനിമാ നടന്മാരുടെയും നടിമാരുടെയും മൊട്ടയടിച്ച ഫോട്ടോ കാണണമെങ്കിൽ വേളാങ്കണ്ണി തന്നെ വരണം. പണ്ടത്തെ ഓർമ്മ പുതുക്കാൻ വേണ്ടി ബീച്ചിലിറങ്ങി കുളിക്കാലെന്നൊക്കെ വിചാരിച്ച് തോർത്തും പൊക്കിക്കൊണ്ടു വന്നാൽ ഞാൻ പിന്നെ തോർത്ത് തലയിലിട്ടായിരുന്നു നടപ്പ്. അമ്മാതിരി വെയിൽ. പിന്നെ ബീച്ചിൻ്റെ കാര്യം പറയേ വേണ്ട. അത് നനയ്ക്കാൻ പോലും എനിക്ക് തോന്നിയില്ല. അത്രയും മോശം അവസ്ഥയിലാണ് ബീച്ച് കിടക്കുന്നത്. കൈ നോക്കാൻ വന്ന ചേച്ചി പറഞ്ഞു മക്കളെ കൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ടാകുന്നു. അത് നോണയാണെന്നും പറഞ്ഞ് ആ ചേച്ചിനെ സാഡ് ആക്കി വിട്ടു. മീൻ വറുത്തത് കഴിക്കാമെന്ന് നോക്കിയപ്പോൾ പ്ലേറ്റ് ഒന്നിന് 250 രൂപ. പിന്നെ ഞങ്ങളവിടെ നിൽക്കുമോ? കൈ കിട്ടിയത് വാരി പറക്കി ഞങ്ങളിങ്ങ് പോകുന്നു.